എണ്ണ ഉൽപാദനത്തിൽ മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിൽ UAE മുന്നേറുകയാണ്. UAE മുന്നേറ്റമുണ്ടായപ്പോൾ ഇന്ത്യക്ക് കാലിടറി. എങ്ങനെയെന്നല്ലേ പറയാം. ലോക രാജ്യങ്ങൾക്കിടയിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ ഏറ്റവും പുതിയ പട്ടിക പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് സൂചിക. 2 ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ 6 രാജ്യങ്ങളാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. 194 രാജ്യങ്ങളിലേക്ക് വിസരഹിത പ്രവേശനത്തിന് അനുമതിയുള്ള 6 രാജ്യങ്ങളാണ് പട്ടികയിൽ ഒന്നാമത് വന്നിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ പാസ്പോർട്ടിന്റെ ശക്തി എന്ന് പറയുന്നത് ലോകത്ത് ആ രാജ്യത്തിനുള്ള നിർണായക സ്വാധീനവും ശക്തിയും വെളിപ്പെടുത്തുന്നതാണ്. പാസ്പോർട്ടിന്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് ആ രാജ്യത്തെ പൗരന്മാർക്ക് ലോകമെമ്പാടും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സാഹചര്യം നൽകുന്നു. 2024 കണക്കുകൾ പരിശോധിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഫ്രാൻസിൻ്റെതാണെന്നാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് വ്യക്തമാക്കുന്നത്. ഫ്രാൻസിന്റെ പാസ്പോർട്ട് കൈവശമുള്ള ഒരു വ്യക്തിക്ക് 194 രാജ്യങ്ങളിലേക്ക് വിസ രഹിത പ്രവേശനം നൽകുന്നു. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സിംഗപ്പൂർ, സ്പെയിൻ എന്നിവയാണ് ഫ്രാൻസിനൊപ്പം നിൽക്കുന്ന മറ്റ് രാജ്യങ്ങൾ. പൗരന്മാർക്ക് വിസരഹിത പ്രവേശനമുള്ള രാജ്യങ്ങൾ 2023 60 നിന്ന് 62 വർദ്ധിച്ചപ്പോഴും ഇന്ത്യ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഒരു റാങ്ക് താഴേക്ക് പോയി 85-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. കോവിഡ് മഹാമാരിക്ക് ശേഷം സമ്പദ് വ്യവസ്ഥയിൽ ടൂറിസം മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് രാജ്യം വിസരഹിത പ്രവേശനം അനുവദിച്ചു. ഇതിനുശേഷം 2023 66 നിന്ന് ഈ വർഷം 64 ചൈന അതിന്റെ റാങ്കിങ്ങിൽ നേരിയ കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു. 19 വർഷത്തെ ചരിത്രപരമായ ഡാറ്റ ഉപയോഗിച്ച് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് ഡാറ്റയെ അടിസ്ഥാനമാക്കിയ ഒന്നാണ് ഹെൻലി പാസ്പോർട്ട് സൂചിക പട്ടിക പുറത്തുവിടുന്നത്. സൂചികയിൽ 199 വ്യത്യസ്ത പാസ്പോർട്ടുകളും 227 വ്യത്യസ്ത യാത്രാ ലക്ഷ്യസ്ഥാനങ്ങളും ഉൾപ്പെടുന്നു. അമേരിക്കയ്ക്കൊപ്പം ദക്ഷിണ കൊറിയ, സ്വീഡൻ, ഫിൻലാൻഡ് എന്നിവയാണ് ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 2ാം സ്ഥാനത്ത്. ഈ രാജ്യങ്ങളിലെ പാസ്പോർട്ട് ഉടമകൾക്ക് 193 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വിസ ഇല്ലാതെ സഞ്ചരിക്കാം. ബ്ലൂബർഗ് റിപ്പോർട്ട് അനുസരിച്ച് ഓസ്ട്രിയ, ഡെൻമാർക്ക്, അയർലൻഡ്, നെതർലൻഡ്സ് എന്നിവർ 3ാം സ്ഥാനത്താണ്. ഈ രാജ്യങ്ങളിലെ പാസ്പോർട്ട് ഉടമകൾക്ക് 192 രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാം. ഗൾഫ് രാജ്യമായ UAE ആണ് ഈ പട്ടികയിൽ ഏറ്റവും കൂടുതൽ മുന്നേറിയത്. കഴിഞ്ഞ വർഷം ഹെൻലി സൂചികയിൽ UAE 14ാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ ഈ വർഷം അത് 11ാം സ്ഥാനത്താണ്. UAE പാസ്പോർട്ട് ഉടമകൾക്ക് വിസ ഇല്ലാതെ 182 രാജ്യങ്ങൾ സന്ദർശിക്കാം. ബെൽജിയം, ലക്സംബർഗ്, നോർവേ, പോർച്ചുഗൽ, യുണൈറ്റഡ് കിങ്ഡം എന്നിവരാണ് 4ാം സ്ഥാനത്ത്. ഇവർക്ക് 193 രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ പോകാം. ഗ്രീസ്, മാൾട്ട, സ്വിറ്റ്സർലൻഡ്, ചെക്ക് റിപ്പബ്ലിക്, ന്യൂസിലൻഡ്, പോളണ്ട്, എസ്റ്റോണിയ, ലിത്വാനിയ, ലാത്വിയ, സ്ലൊവാക്യ, സ്ലൊവേനിയ, ഐസ്ലാൻഡ് എന്നിവരാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിലുള്ളത്. പുതുവർഷത്തിന്റെ തുടക്കത്തിൽ പൗരന്മാരുടെ ഉടമസ്ഥതയിലുള്ള സാമ്പത്തിക ഉപദേശക സ്ഥാപനമായ ആൾട്ടൺ ക്യാപിറ്റൽ 2024 ആദ്യ പാദത്തിലെ പാസ്പോർട്ട് സൂചിക പുറത്തിറക്കിയിരുന്നു. ഈ സൂചികയിൽ UAE പാസ്പോർട്ടിന് ഏറ്റവും ശക്തമായ പാസ്പോർട്ട് എന്ന പദവി നൽകിയിട്ടുണ്ട്. പാസ്പോർട്ടിന്റെ മൊബിലിറ്റി സ്കോർ 180 ആയിരുന്നു. അതായത് പാസ്പോർട്ട് ഉടമകൾക്ക് 180 രാജ്യങ്ങളിലേക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാം. ഇന്ത്യൻ അയൽരാജ്യമായ പാകിസ്ഥാൻ 106ാം സ്ഥാനത്തും ശ്രീലങ്ക 101ാം സ്ഥാനത്തുമാണ്. ചൈന, സൗദി അറേബ്യ, മാൽദ്വീപ് എന്നീ രാജ്യങ്ങളും ഇന്ത്യക്കും താഴെയാണ്. കുടിയേറ്റ സൗഹൃദ രാജ്യമായ കാനഡ ഇൻഡെക്സിൽ 6ാം സ്ഥാനത്താണ് നിലയുറപ്പിച്ചത്. 28 രാജ്യങ്ങളിലേക്ക് മാത്രം വിസരഹിത പ്രവേശനമുള്ള അഫ്ഗാനിസ്ഥാൻ ഏറ്റവും മോശം പാസ്പോർട്ട് എന്ന നിലയിലാണുള്ളത്. മാലദ്വീപ് ശക്തമായ പാസ്പോർട്ടുമായി തുടരുന്നു. 58ാം സ്ഥാനത്താണ് മാലദ്വീപ്. ഈ ദ്വീപ് രാഷ്ട്രം പാസ്പോർട്ട് ഉടമകൾക്ക് 96 രാജ്യങ്ങളിലേക്ക് വിസരഹിത യാത്ര അനുവദിക്കുന്നുണ്ട്. ഇറാൻ, മലേഷ്യ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വിസരഹിത പ്രവേശനം ലഭിച്ചത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ആഗോള സഞ്ചാരത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നതായി ഹെൻലി പാസ്പോർട്ട് സൂചിക വ്യക്തമാക്കുന്നു. 2006 ആളുകൾക്ക് ശരാശരി 58 രാജ്യങ്ങളിലേക്കാണ് വിസയില്ലാതെ യാത്ര ചെയ്യാമായിരുന്നത്. എന്നാൽ ഈ വർഷം അത് 111 രാജ്യങ്ങളിലേക്കായിരിക്കുകയാണ്.